സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ മാധ്യമങ്ങളോട് ഏറ്റുമുട്ടി ആരിഫ് മുഹമ്മദ് ഖാൻ. ഒഴിയാതെ വിവാദങ്ങളും. ബീഹാർ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പായി RJD നേതാവ് ലാലു പ്രസാദ് യാദവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ക്ഷോഭിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ, നിങ്ങൾ ഒരു സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ പരിചയക്കാരുണ്ടെങ്കിൽ അവരെ കാണുക സ്വാഭാവികമല്ലേ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചു. ഇന്നലെ വൈകിട്ട് ലാലുവിന്റെ വസതിയിലെത്തിയ ആരിഫ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 1975 മുതൽ തനിക്ക് പരിചയമുള്ള ആളുകളുടെ നഗരത്തിലെത്തുമ്പോൾ അവർക്കൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കില്ലേ? ലാലു പ്രസാദ് യാദവിനെ കണ്ടതിൽ എന്താണ് സംശയാസ്പദമെന്നും ഈ ചോദ്യം തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും രാഷ്ട്രത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെയാണ് ബീഹാർ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റത്. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് K. വിനോദചന്ദ്രൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തേജസ്വി യാദവും ഗവർണറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരുന്നു. ബീഹാറിന്റെ 30ാമത്തെ ഗവർണറായാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റത്. 26 വർഷത്തിനു ശേഷം ബീഹാറിൽ ഗവർണറാകുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ നിന്നും മടങ്ങിയത്. മലയാളത്തിൽ യാത്ര പറഞ്ഞാണ് ഗവർണർ രാജ്ഭവനിൽ നിന്നും മടങ്ങിയത്.